So wonderful to be with everyone again this day. ഈ ഒരു ദിവസം എല്ലാവരുടെയും കൂടെ ആയിരിക്കുന്നത് എത്ര ഭാഗ്യകരം. And I want to thank God for this time of prayer. ഈ ഒരു പ്രാർത്ഥനയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Today I want us to continue looking at Matthew's Gospel in chapter 7. ഇന്ന് മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ൽ നിന്ന് അത് തന്നെ തുടർച്ചയായി നാം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Last week we saw this portion on do not judge lest you be judged. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഈ ഒരു ഭാഗമാണല്ലോ, നിങ്ങൾ വിധിക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് വിധിക്കരുത് എന്ന്. And why do you look at the speck in your brother's eye but do not notice the log in your own? നിങ്ങളുടെ കണ്ണിലെ കരട് നോക്കുന്നത് എന്തിന്? സ്വന്തം കണ്ണിലെ കോലിരിക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കുന്നത് എന്തിന്? We have been looking at this portion all the way from Matthew 5, the Sermon on the Mount, and that whole message is continuing. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തുടർച്ചയായിട്ട് കർത്താവിൻ്റെതായിട്ടുള്ള ഗിരിപ്രഭാഷണത്തിൽ നിന്ന് മത്തായി 5 മുതൽ തുടർച്ചയായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. And one of the things God constantly is comparing in these portions is an introduction to a relationship with the Father and a comparison to hypocrisy, the Pharisees in their hypocrisy. ഈ ഒരു ഭാഗങ്ങളിലെല്ലാം നാം കണ്ടത് രണ്ട് കാര്യങ്ങളെയാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ പിതാവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു പരിചയപ്പെടുത്തലും അതേസമയം തന്നെ ഹിപ്പോക്രസി അഥവാ ഹിപ്പോക്രസിയെ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഒരെണ്ണമാണല്ലോ നമ്മൾ കണ്ടത്. And so today we saw a different portion. They compared when you pray, when you fast. നമ്മൾ പല ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഉപവസിക്കുമ്പോൾ, when you store, നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ, when you forgive. നാം ക്ഷമിക്കുമ്പോൾ. So then it comes to this portion about judging, and it says, when you're judging, it talked about two aspects of judging, about judge and do not judge. Basically don't condemn but discern. നമ്മൾ അതിനുശേഷം നമ്മൾ കണ്ടതായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ വിധിക്കുന്നതിനെ കുറിച്ചാണ്. രണ്ട് ഭാഗത്തിലുള്ളതുണ്ട്. ഒന്ന് വിധിക്കുന്നത്, മറ്റൊന്ന് മറ്റുള്ളവരെ കുറ്റം ചുമത്തി താഴ്ത്തിക്കൊണ്ട് ഉള്ള വിധിയും അതേസമയം വിവേചിച്ചുകൊണ്ടുള്ള ഒരു വിധിയും. So now we're going to look at the next portion, Matthew's Gospel chapter 7, and we are looking at verse 7. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതായിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം 7 മുതലാണ്. You see, the backdrop of Matthew 7 verse 7, the whole backdrop is the introduction of God as our Father. ഇതിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലം, അതിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിനെ കാണിച്ചുകൊണ്ടുള്ള അതായിട്ടുള്ള ഭാഗമാണ്. And Jesus is introducing now in this whole experience of walking with God, the moment you look beyond Him being a God alone, but Him being Father God, the whole scripture of Matthew 7:7 comes alive. യേശു താൻ പിതാവുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധത്തിൽ നടക്കുന്നതുകൊണ്ട് ദൈവം എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ലാതെ തൻ്റെ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം എന്താണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു മത്തായിയുടെ 7:7 കർത്താവ് അത് വരുന്നത്. Because when you look in the Bible, Jesus constantly compared the two sons in Luke's Gospel 15, where the younger son was rebellious but he knew the father's love. The older son was obedient but he did not have a relationship with God the Father. നമ്മൾ വേദവാക്യങ്ങളൊക്കെയും പരിശോധിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് പുത്രന്മാരെ കുറിച്ച് പറയുന്നു. ഒരു പുത്രനോ പിതാവിനോട് മത്സരിച്ച് പിതാവിനെ അനുസരിക്കാത്ത പുത്രൻ, എന്നാൽ പിതാവിനെ അനുസരിച്ചിട്ട് മറ്റേ പുത്രൻ അവനുമായ ഒരു ബന്ധത്തിൽ അല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. And so the Lord, when he's presenting Matthew 7, it's in the backdrop of Matthew 6, where he says, seek first his kingdom and his righteousness, and all these things will be added unto you, because your Father, he's introducing that relationship in a powerful way. മത്തായിയുടെ സുവിശേഷം അതിന്റെ 6 നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ മുന്നമേ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ സകലതും ലഭിക്കും, പിതാവ് നിങ്ങൾക്ക് സകലതും തരും. ആ പിതാവുമായുള്ള ഒരു ബന്ധത്തെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. So the next thing he brings about is the question of when you ask. അടുത്തതായിട്ട് കർത്താവ് യേശു പറഞ്ഞുകൊണ്ട് വരുന്നത് ഉള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ യാചിക്കുമ്പോൾ. He's introducing, ask and it shall be given to you, seek and you will find, knock and the door shall be opened to you.
യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾ And he goes on to say, for anyone who receives, he asks he brings these three things: ask, seek, and knock. മൂന്ന് കാര്യങ്ങളെയാണ് കർത്താവ് അവിടെ കാണിക്കുന്നത്. ഒന്ന് യാചിക്കുക, മറ്റൊന്ന് അന്വേഷിക്കുക, വേറൊന്ന് മുട്ടുക. So Jesus earlier on said, when you pray, don't make vain repetitions. Now the continuation of that is now when you ask, this is how you will ask. അതിന് മുമ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ വ്യർത്ഥമായി പറയരുത്. എന്നാൽ അതിനുശേഷം യേശു ഇവിടെ യാചിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. Because he says the Gentiles are used to vain repetitions and just vainly saying the same lines, the same words. Oh, sometimes, for example, even, all right, go ahead, translate. കാരണമെന്ന് പറയുന്നത്, ജാതികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ യാചിച്ചുകൊണ്ടേയിരിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത് വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പാഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And that is, some of them are like that. ചില വ്യക്തികൾ അങ്ങനെയാണ്. And so he's comparing, and he's saying, even among us believers, many times we will say, just in the prayer, Kartave, 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 Stotram, 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 Stotram. So we may be making a repetition. And God is saying that when you pray, you don't have to do all those extra words, but all you got to do is ask, because you're asking the Father. കർത്താവ് അവിടെ വിശ്വാസികളുടെ ഇടയിലും ജാതികളെ കുറിച്ച് താരതമ്യം ചെയ്തുകൊണ്ട് പറയാണ്, നമ്മൾ പലപ്പോഴും വിശ്വാസികളായിരിക്കുമ്പോഴും നമ്മൾക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും വ്യർത്ഥമായി ചോദിച്ചുകൊണ്ടേ ഇരിക്കാം. എന്നാൽ കർത്താവ് അവിടെ പറയാ, അതിൻ്റെയൊക്കെ അതിൽ നിന്നൊക്കെ മാറി ഒരു വേറെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ യാചിക്കുവിന്. Because the Gentiles are asking from a place of fear and no relationship. കാരണം ജാതികൾ അവിടെ യാചിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് തങ്ങളുടേതായുള്ള ഒരു ഭയത്തിന്റെ പശ്ചാത്തലത്തിലാണ്, എന്നാൽ ഒരു ബന്ധത്തിൻ്റെതായ പശ്ചാത്തലത്തിലല്ല. But Jesus is saying, now I have come to reveal the Father, so that when you ask, let me tell you how to ask. എന്നാൽ യേശു ഇവിടെ പറയുന്നത്, നിങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ പിതാവിനെ വെളിപ്പെടുത്തി തന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാണ് നിങ്ങൾ പിതാവിനോട് എങ്ങനെ ചോദിക്കണമെന്ന്. And he says, this is how you're going to ask the Father. അതിനുശേഷം യേശു പറയുകയാണ്, ഇങ്ങനെയാണ് നിങ്ങൾ പിതാവിനോട് ചോദിക്കേണ്ടത്. He says, when you ask, നിങ്ങൾ ചോദിക്കുമ്പോൾ you can do three things: ask, seek, and knock. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം: യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. Asking is to say something, to expecting an answer. ചോദിക്കുക എന്ന് പറയുന്നത് നാം ഒരു ഉത്തരത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണ്. And you see, in James and chapter 4, the Bible says, നമുക്കറിയാം, യാക്കോബിന്റെ 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, you ask and you don't have. നിങ്ങൾ ചോദിക്കും, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. You're murdering but you don't, and you're lusting but you don't get. നിങ്ങൾ മോഹിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. Because you don't have, because you're asking in the wrong way. കാരണം നിങ്ങൾ ചോദിക്കുന്നത് തെറ്റായ രീതിയിലാണ്. Because when we ask, he's saying, when we ask with a relationship to the Father, he says something happens in the heart of God, that we are connecting to him as Father and asking. പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പിതാവുമായ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്നാണ് നാം ചോദിക്കുന്നത്. And James 4:2 says that we are asking not from a place of lust, but we are asking from a place of love. യാക്കോബ് 4:2 പറയുന്നത്, നാം മോഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിന്നല്ല ചോദിക്കുന്നത്, എന്നാൽ നാം ചോദിക്കുന്നത് സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിന്നാണ്. He's saying the move of the ask comes from moving from lust and moving to a place of love. ചോദിക്കുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചോദിക്കുന്നത് യഥാർത്ഥമായിട്ട് അതിൻ്റെതായിട്ടൊരു ചലനം എന്ന് പറയുന്നത് നാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ടാണ്. And so every child, he said, when you ask, അപ്പോൾ യേശു പറയാണ്, നിങ്ങൾ ചോദിക്കുമ്പോൾ, he's saying, ask and it shall be given. നിങ്ങൾ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. Seek and you shall find. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. Knock and the door shall be opened unto you. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. For everyone who asks receives, he who seeks finds, and to him who knocks it shall be opened.
യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. You see, Jesus is attaching a promise. He's saying, when you ask according to the Father's will, knowing the Father's will, you don't have to ask in multiple vain repetitions. You can ask from a place of relationship and say, Father, if it is your will, then I'm asking according to your will. കർത്താവ് ഇവിടെ ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ വ്യർത്ഥമായി റെപ്പറ്റീഷനിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തുടർച്ചയായി ചോദിക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ പിതാവുമായുള്ള ഒരു ബന്ധത്തിൽ നിന്ന് ചോദിക്കും, നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. When the Gentiles ask, they ask from a place of lust. God, I need this. God, I need this. So if you will bless me with that. ജാതികൾ ചോദിക്കുന്നത് അവർ ആ മോഹത്തിൽ നിന്നുകൊണ്ടാണ്, ഞങ്ങൾക്കിത് വേണം, ഞങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ്. Many of us believers also ask like that. വിശ്വാസികളായ നമ്മളിൽ പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. But the Lord is saying, can you ask from a place of love? എന്നാൽ കർത്താവ് പറയാണ്, നിങ്ങൾ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിന്ന് ചോദിക്കാമോ എന്ന്. That moves it from lust to love to say, Lord, not my will, but your will be done. അത് മോഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിന്ന് സ്നേഹത്തിൻ്റെതായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റിയിട്ട്, കർത്താവെ നിന്റെ ഹിതം, പിതാവെ നീയുള്ള ബന്ധത്തിലാണ് നാം ചോദിക്കുന്നത്. Bible says, what man is there among you when his son shall ask him for a loaf, will he give him a stone? വചനം ഇങ്ങനെ പറയുന്നു, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ. You see, the moment he's using this example, he's now telling the public, he's telling them, what man is there if a son asks the father? So he's telling the public, now if you ask in a relationship with God, God will look at you like a son is asking the father. കർത്താവ് അവിടെ സമൂഹത്തിന് പറയുകയാണ്, ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട്, അതായത് മകനും അപ്പനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് അവിടെ ഈ വചനം പറയുന്നത്. So he's revealing to them a father-son relationship in the ask. പിതാവും മകനും തമ്മിലുള്ള ഒരു ബന്ധം കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. He's saying the father knows even before the children need it. യേശു പറയുകയാണ്, പിതാവ് അറിയുന്നു മക്കൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ. A father knows the children's need and the father knows the children's greed. പിതാവിന് അറിയാം മക്കളുടെ ആവശ്യവും അതേസമയം തന്നെ മക്കളുടേതായിട്ടുള്ള അത്യാഗ്രഹവും. That is why God begins to teach us, learn to be secure. It is okay with what we have. Don't store up more than you want. The Lord knows the children's need, and the Lord knows the children's greed. അതുകൊണ്ടാണ് കർത്താവ് തുടർച്ചയായി ഇങ്ങനെ പഠിപ്പിക്കുന്നത്, സുരക്ഷിതമായൊരു സ്ഥാനത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടുക. കാരണം പിതാവായ ദൈവം അറിയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന്. What man is there among you that when his son shall ask of a loaf, will he give him a stone? മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? Oh, he's saying, so today if you are like a son and you are asking God for bread, why would a good father who dresses the lilies in the field so beautifully, why would he give you a stone? നിങ്ങളൊരു മകനായിരിക്കെ നിങ്ങൾ പിതാവിനോട് അപ്പം ചോദിക്കുമ്പോൾ ലിലി പുഷ്പങ്ങളെ അലങ്കരിക്കതായിട്ടുള്ള നിങ്ങളുടെ പിതാവ് എത്രയധികമായിട്ട് നിങ്ങൾക്ക് തരും, അപ്പത്തിന് പകരം അവൻ കല്ല് കൊടുക്കുമോ? He's saying, can a good father do bad things? നല്ല ഒരു പിതാവിന് ചീത്തയായ കാര്യങ്ങൾ, ദോഷമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ? He's bringing out the nature of the Father, even for the lilies in the field, even for the birds in the sky. God gives so much before we ask. How much more does God want to do for those who love Jesus with all their heart? പിതാവായ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഈ ലിലി പുഷ്പങ്ങളെ അലങ്കരിക്കുന്ന ദൈവം, പക്ഷികൾക്ക് കൊടുക്കുന്ന ദൈവം എത്രയധികമായിട്ട് തൻ്റെ മക്കൾക്ക് കൊടുക്കും എന്നുള്ളത്. I want you to know, Father God will not give us everything we ask. ഞാൻ നിങ്ങളോട് നിങ്ങൾ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പിതാവായ ദൈവം നാം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരികയില്ല. In these many years of walking with the Lord, I have seen extremes without understanding the heart of God. കർത്താവുമായിട്ടുള്ള എൻ്റെ നടപ്പിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഉള്ള നടപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. The fundamentals of walking with God is a heart of commitment and a focus on a relationship with God in the kingdom. കർത്താവുമായിട്ടുള്ള നടപ്പിന്റെ A heart of contentment.
കർത്താവുമായിട്ടുള്ള നടപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവനുമായിട്ടുള്ള ബന്ധവും ഹൃദയത്തിലെ സംതൃപ്തമായിട്ടുള്ള ആ ഒരു അവസ്ഥയുമാണ്. And so when we relate to God from a heart of contentment, I've realized there isn't many things we really want to ask God for. നമ്മുടെ ഹൃദയം ആ സംതൃപ്തിയുടേതായിട്ടുള്ള ഒരു അവസ്ഥയിൽ പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും വേണ്ട ആവശ്യമില്ല എന്ന്. The things we need, how He knows even before we ask. നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നാം ചോദിക്കുന്നതിന് മുമ്പേ അവൻ തരുന്നു. You know, something happened to me this morning. ഈ പ്രഭാതത്തിൽ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. In just a few seconds, I took a few seconds and just prayed, Lord, this particular need seems to be there. Lord, it would be nice if it's okay with you. കുറച്ച് സെക്കൻഡുകൾ, കുറച്ച് നിമിഷങ്ങൾ മാത്രം സമയമെടുത്ത് ഞാൻ ചോദിക്കുന്നു, ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ചെറിയ ഒരു ആവശ്യമുണ്ട്, അത് നിന്റെ ഹിതമെങ്കിൽ തരുവാനായിട്ട്. And this evening I get a text saying that, someone just texted me saying this was on our heart and we just want to do that for you. And it is exactly what I prayed for this morning. എന്നാൽ ഇന്ന് വൈകിട്ട് എനിക്കൊരു മെസ്സേജ് ലഭിക്കുകയുണ്ടായ. ആ മെസ്സേജിൽ വ്യക്തി പറഞ്ഞു, എന്നോട് ദൈവം ഇടപെട്ടു, നീ ചോദിച്ചതായിട്ടുള്ള കാര്യം തരുവാനായിട്ടെന്ന്. And the person said, not just for you and for Pastor Hannah. And the person knows nothing about what I was praying for. ആ വ്യക്തിക്ക് ഞാൻ എന്ത് പ്രാർത്ഥിച്ചെന്നോ ഏത് വിഷയമാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ നിനക്ക് വേണ്ടി മാത്രമല്ല പാസ്റ്റർ ഹാനയ്ക്കും കൂടിയാണെന്ന് ആ വ്യക്തി പറയുകയുണ്ടായി. But does it matter to us that it is answered or not? Actually, whether it's answered or not, it doesn't matter, because Father knows our needs even before we ask. But Father wants us not to bring forth our greed in the kingdom. ഈ ഒരു ഉത്തരം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, എന്നാൽ പിതാവായ ദൈവം നാം ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്നു. എന്നാൽ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അത്യാഗ്രഹമല്ല. That is why the Bible says godliness with contentment is great gain. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവഭയം, സംതൃപ്തമായിട്ടുള്ള ആ ഒരു ദൈവത്തോടുള്ള നടപ്പാണ് ഏറ്റവും വലുതെന്ന്. No, a little more than that. Godliness and along with it contentment is great gain. ദൈവഭയവും അതിനോടൊപ്പം തന്നെ സംതൃപ്തമുള്ള ഒരു ഹൃദയവും. Yeah, that is great gain, with the combination of godly love for God and a content heart. Even if nothing happens, no problem. ദൈവസ്നേഹവും അതേസമയം തന്നെ സംതൃപ്തമുള്ള ഒരു ഹൃദയവും, അതാണ് അതിൻ്റെതായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. So the Lord is saying, when God sees that heart, that there is a heart for godliness, there is a heart for contentment, the Father is saying, even before you ask, Father knows what you want. ദൈവം നമ്മുടെ ഹൃദയം കാണും. അതായത് ദൈവത്തോടുള്ളതായിട്ടുള്ള ദൈവസ്നേഹം, ദൈവഭയം, അതേസമയം തന്നെ ദൈവത്തിലുള്ള ആ ഒരു സംതൃപ്തിയും കാണുമ്പോൾ തന്നെ ദൈവം പറയാണ്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു എന്ന്. A few months ago I was having a conversation with my father. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ പിതാവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലായിരുന്നു. I asked him, if I get you an admission in Harvard in Massachusetts, how would you like it in Boston? What would you say? ബോസ്റ്റൺ ഹാർഡ്വേർഡിൽ ഒരു അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. He laughed and he said, my field and my plants and my the domestic animals and all are enough for me. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ഉള്ളതായിട്ടുള്ള വളർത്തു മൃഗങ്ങളും എന്റേതായിട്ടുള്ള ചെടികളും ഒക്കെ എനിക്കിത് മതിയെന്ന്. But when we were much younger, everything else seems to be so big. എന്നാൽ നമ്മൾ വളരെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നി. Yesterday, my son Josh was telling me, when I see the children now doting over the toys, when kids come home, we have a whole bunch of toys from yesteryears. And he says, when we see the children doting over the toys, I remember my younger days when it was so big for me. But today, it seems silly, all those toys that we were desiring for. ഇന്നലെ എൻ്റെ മകൻ ജോഷു എന്നോട് പറയുണ്ടായി, നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആ തൻ്റെതായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ മറ്റു കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് അതിൽ കളിക്കുമ്പോൾ ഇപ്പോൾ അതെനിക്കൊരു വലിയ കാര്യമല്ല, എന്നാൽ ചെറുപ്പത്തിൽ അതെനിക്ക് വലിയതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ന്. And so for all of us, the things we are asking, where we are in life, our maturity in life, those things seem so big. But give it a few years from now, many of the things that we are doting over and we are praising over and we are crying over, we will be saying, oh, those things seem so irrelevant in the comparison to seek first His kingdom and His righteousness, and all these things shall be added unto you.
നമ്മൾ ചോദിക്കുന്നതും നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ വളരെ വലുതായിട്ട് കണ്ടിരുന്നതായിട്ടുള്ള ഇപ്പോഴും എപ്പോഴും കണ്ടുവിടുന്നുണ്ടായുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് നാളിന് ശേഷം അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് അതെല്ലാം വ്യർത്ഥമായി തോന്നും. കാരണം മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ സകലതും ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട്. Or if the son asks for a fish, will he not give him a snake, will he? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? So he's comparing and he's saying, God who knows how to give good, if then you being evil know how to give good gifts to your children, how much more shall your Father who is in heaven give what is good to those who ask him? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. He's comparing our heart and willingness to give our children and saying, if we who have wicked hearts are willing to give our children good things, we don't restrain ourselves when it comes to our children, how much more such a good God, why would he restrain himself to give good things when it comes to his children? അവിടെ ദൈവം നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തുവാണ്. ദോഷികളായ നാം നമ്മളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാനായിട്ട് അറിയുന്നുവെങ്കിൽ എത്രയധികമായി പിതാവായ ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. So he brings about these three words: ask, seek and knock. അതുകൊണ്ട് ഈ മൂന്ന് വാക്കുകളാണ് കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നത്: യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. There's a difference between these three verbs. ഈ മൂന്ന് ക്രിയകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, where there is an attempting to find or an attempting to obtain or do. കണ്ടെത്തുവാൻ അല്ലെങ്കിൽ കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ ചെയ്യുവാനായിട്ടുള്ള ഒരു ശ്രമമായിട്ട് കാണാം. So there is an attempt in the asking. ചോദിക്കുന്നതിൽ തന്നെ ഒരു ശ്രമം ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. In the seeking there is an attempt. അന്വേഷിക്കുന്നതിൽ ഒരു ശ്രമമുണ്ട്. God and God is saying, when you make that attempt without lust, God is saying, I want to do it for you. ദൈവമോടെ പറയാണ്, നിങ്ങൾ മോഹമില്ലാതെ നിങ്ങൾ ആ ശ്രമത്തിൽ യാചിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. And God wants us to move our desires to more kingdom desires, that we will not even have to waste time over the things on earth, because Father knows we need it even before we ask. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ആ ഒരു മോഹത്തിൻ്റെതായിട്ടുള്ള സ്ഥാനം, ആഗ്രഹങ്ങൾ, കിങ്ഡം അഥവാ ദൈവരാജ്യത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളിലേക്ക് മാറുവാനും, അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും മുമ്പ് തന്നെ ദൈവം അത് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. You know, Charles Spurgeon said like this. ചാൾസ് സ്പർജൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: If, however, asking should not appear to succeed, പലപ്പോഴും ചോദിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ജയമായിട്ട് കണ്ടില്ലെങ്കിൽ പോലും, when we asking, in case it doesn't look like it succeeded in our asking, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൽ നിങ്ങൾ അവിടെ ഒരു ജയം കണ്ടെത്തിയില്ലെങ്കിൽ, the Lord would arouse us or move us to a more concentrated longing, concentrated desire. അതായത് ഗാഢമായിട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ അഗാധമായിട്ടുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നാം പോകുന്നു. And then the Lord wants us to focus that kind of an energy into the things of the kingdom. ആ രീതിയിലുള്ളതായിട്ടുള്ള ആ ഒരു ഊർജം ദൈവത്തിൻ്റെതായിട്ട് രാജ്യത്തിലേക്ക് നാം കേന്ദ്രീകരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. And he wants us to ask in faith. ദൈവം ആഗ്രഹിക്കുന്നത് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുവാനാണ്. So, knock and it will be opened unto you. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. In fact, the ask it shall be given, seek and ye shall find, and knock it shall be opened. The Greek word is not just ask. The Greek word is keep on asking and it shall be given. Keep on seeking and ye shall find. Keep on knocking and the door shall be opened to you. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവിൻ എന്നുള്ളതിൻ്റെതായിട്ടുള്ള ആ ഒരു യവന ഭാഷയിലുള്ള അർത്ഥമെന്ന് പറയുന്നത് തുടർച്ചയായി നിങ്ങൾ യാചിക്കുവിൻ, തുടർച്ചയായി നിങ്ങൾ അന്വേഷിപ്പീൻ, തുടർച്ചയായി നിങ്ങൾ മുട്ടുവിൻ എന്നുള്ളതാണ്. Which means he's saying there must be a lifestyle of persistence in the things of God. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തുടർച്ചയായിട്ട് ഒരു ജീവിത ശൈലി വേണം എന്നുള്ളതാണ്. Because he's already said, don't worry about what you will eat, what you will wear and all those things. Don't waste time over all of that. He already dealt with those kind of prayers in Matthew 6, the last part.
നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് ഇത് ഓൾറെഡി പറഞ്ഞതായിട്ടുള്ള കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 6 നിങ്ങൾ എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്ത് ധരിക്കും എന്നതിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്ന്. Don't waste your time or all of that and be anxious because Father knows. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടേതായിട്ടുള്ള സമയം നിങ്ങൾ പാഴാക്കി കളയരുത്. കാരണം പിതാവായ ദൈവം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അത് അറിഞ്ഞിരിക്കുന്നു. But ask and it shall be given. എന്നാൽ ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. So what is he asking to ask? എന്താണ് ദൈവം അവിടെ നമ്മളോട് ചോദിക്കുവാനായിട്ട് പറയുന്നത്? If you remove those chapters, the context is seeking the kingdom and his righteousness. ഈ ഒരു ചാപ്റ്റേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ സകലതും ലഭിക്കുമെന്നുള്ളത് രാജ്യത്തെ കുറിച്ചാണ്. And then he introduces the concept after that about asking and keeping on asking. അതിനുശേഷം ഈ ഒരു ആശയം കർത്താവ് അവിടെ കൊണ്ടിരിക്കുകയാണ്, യാചിക്കുവിൻ, തുടർച്ചയായിട്ട് യാചിക്കുവിൻ എന്ന്. It's not about begging and pleading God. ഒരിക്കലും ഭിക്ഷ യാചിക്കുന്നത് പോലെ അല്ലെങ്കിൽ എനിക്ക് തരണമേ തരണമേ എന്ന് യാചിക്കുന്നത് പോലെയല്ല. You see that knocking is not just a knocking. It is a knock forcefully, repetitively. മുട്ടുക എന്ന് പറയുന്ന ഒരു സാധാരണ മുട്ടലല്ല, എന്നാൽ ശക്തമായിട്ട് ബലം പ്രയോഗിച്ച് തുടർച്ചയായിട്ട് മുട്ടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. Which is telling us as children, when it comes to asking, seeking and knocking the things of God, don't stay back and ask, don't stay back and seek, don't stay back and knock, but forcefully knock, because that is a kingdom son's authority in the family. ദൈവമക്കളായ നമ്മളോട് ദൈവം പറയുന്നതായിട്ടുള്ള ഒരു കാര്യം, യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടുവിൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സിറ്റ് ബാക്ക് ചെയ്തിട്ടിരുന്ന് ചോദിക്കുക എന്നുള്ളതല്ല, എന്നാൽ നിങ്ങൾ ബലത്തിൽ തുടർച്ചയായിട്ട് ആ ഒരു ബലത്തിൽ നിങ്ങൾ ചോദിക്കുക. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു അധികാരത്തിൽ നിൽക്കുവാനാണ്. It's like a child asking a mother again, give me some food, give me some food, give me some food. ഇതൊരു കുഞ്ഞു തന്റെ അമ്മയോട് ചോദിക്കുന്ന പോലെ, എനിക്ക് കുറച്ച് ആഹാരം തരൂ, ആഹാരം തരൂ, ആഹാരം തരൂ എന്ന്. Mothers without asking itself will give, but if there is a persistent child, the mother will keep other things aside and will go and give it. സാധാരണ ഒരു മാതാവ് എന്ന് പറയുന്നത് കുഞ്ഞ് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ കൊടുക്കും. എന്നാൽ ഒരു കുഞ്ഞ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണെങ്കിലോ? And God is saying, that is the picture I want to give. I will give even before you ask, but you have a right as a son to persistent asking, persistent seeking and persistent knocking when it is according to the righteous pursuit of the kingdom of God. Hallelujah. അവിടെ അതാണ് ദൈവം ആ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു ചിത്രമാണ് ദൈവം അവിടെ കൊണ്ടുവരുന്നത്. കാരണം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, എന്നാൽ നിങ്ങൾ ആ ഒരു അധികാരത്തിൽ നിന്ന് തുടർച്ചയായിട്ട് യാചിക്കുകയും മുട്ടുകയും അന്വേഷിക്കുകയും ചെയ്യണമെന്ന്. In fact, the picture meaning of the word knock over there, എന്നാൽ ഇതിന്റെ യഥാർത്ഥ മുട്ടുവിൻ എന്നുള്ളതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത്, the usage is like this: to strike forcefully to attract attention. അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനായിട്ട് നിങ്ങൾ അടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. And the Lord is saying, because it is your right in the kingdom, don't even be ashamed to knock forcefully and collide forcefully with the obstruction, because your Father has already prepared the things of the kingdom. നിങ്ങൾ ദൈവത്തിൻ്റെതായിട്ടുള്ള രാജ്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ആ ഒരു അധികാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല, എന്നാൽ നിങ്ങൾ തുടർച്ചയായിട്ട് ബലത്തിൽ തന്നെ ഇത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He's saying your action, your forceful action, your forceful pursuit of righteousness, you should never be ashamed of in the kingdom. നിങ്ങൾ ബലം പിടിച്ചിട്ടുള്ള ആയിട്ടുള്ള നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അത് ദൈവരാജ്യത്തിലുള്ളതായിട്ട് കാണുന്നു. Oh, knock in such a way you are expecting a righteous answer. നിങ്ങൾ മുട്ടുവിൻ, ഈ ഒരു പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ മുട്ടിക്കൊണ്ടേ ഇരിക്കുക, കാരണം നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ളതുകൊണ്ട്. And then he goes on to say, everyone who asks receives. അതിനുശേഷം പറയാണ്, ചോദിക്കുന്നത് എല്ലാവർക്കും ലഭിക്കുമെന്ന്. This is a universal statement broadly. Yes, there are exceptions, but this is a universal statement that if you ask according to the will of God, God will answer. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ദൈവഹിതപ്രകാരം ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത്. God will not be upset with us for asking.
ദൈവം ഒരിക്കലും നമ്മളുടെ ചോദ്യത്തിന് ചോദിക്കുന്നത് കൊണ്ട് ദൈവം അപ്സെറ്റ് ആകുന്നില്ല. Only upset is when we don't ask according to his will. ദൈവം അപ്സെറ്റ് ആകുന്നത് നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ചോദിക്കാത്തപ്പോഴാണ്. Now, as a child of God, I have seen God has not answered all my prayer. ഒരു ദൈവ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ദൈവം ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും ഉത്തരം തന്നില്ല. But the kind of forceful prayers also came down because the kind of things we ask God for ourselves has decreased, tremendously. Hardly anything we ask the Lord for. ഞാൻ ബലത്തിൽ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, can you repeat, Pastor? We hardly anymore ask the Lord for things. We broadly don't because we know the Lord will take care of it. പല കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കാറില്ല, കാരണം ദൈവം അതിനിൽ ടേക്ക് കെയർ ചെയ്യുമെന്ന് ഞങ്ങൾ അറിയുന്നത് കൊണ്ട്. And even if he does not provide that, we are okay with it because we have learned contentment. ദൈവം അത് തന്നില്ലെങ്കിൽ തന്നെയും ഞങ്ങൾ അതിൽ ഓക്കെയാണ്, കാരണം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ സംതൃപ്തരാകാമെന്ന്. But it is foolish for us to expect that we can do anything according to what we will and that God will cover base. അതാ വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം അത് തരും അല്ലെങ്കിൽ അത് ലഭിക്കുമെന്നുള്ളത്. Because as much as believing God in faith is also a virtue of the kingdom, അതായത് ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെതായിട്ടുള്ള രാജ്യത്തിൻ്റെതായിട്ടുള്ള ആ കാര്യമാണ്. in the same way, self-restraint is also a virtue of the kingdom. അതേസമയം തന്നെ സ്വയം നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതും ദൈവരാജ്യത്തിൻ്റെതായിട്ടുള്ള നല്ല അംശമാണ്. Luke's Gospel 12:32 says, ലൂക്കോസിന്റെ സുവിശേഷം 12:32 ഇങ്ങനെ പറയുന്നു, "Do not fear, little flock, for it is your Father's good pleasure to give you the kingdom." നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. Oh, what a powerful statement. He's not joyful to give us a house or a car or a small thing like that. He's saying to give you the kingdom itself. God is so excited. It's his pleasure to give you what is his. വേറൊരു കാറോ അല്ലെങ്കിൽ ഒരു ഭവനമോ എന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പിതാവായ ദൈവം വളരെ സന്തോഷത്തിലായിരിക്കുന്നു, കാരണം രാജ്യം നമുക്ക് നൽകുവാനായിട്ട് അവൻ പ്രസാദിച്ചിരിക്കുന്നു. He's saying, I want to give you the kingdom itself. Seek first the kingdom. Seek it. Seek it. Knock, 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 knock for the kingdom. Seek, seek, seek for the kingdom. Ask, ask, ask for the kingdom. And it is the Father's good pleasure to give it to you, says the Lord. അവൻ അവിടെ പറയുകയാണ്, മുന്നമേ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്റെ രാജ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത് അന്വേഷിക്കുവിൻ, നിങ്ങൾ ബലത്തോടുകൂടി അത് അന്വേഷിക്കുവിൻ എന്ന്. We don't even have to worry about whether we are asking too much. നമുക്ക് ഒരുപാട് പ്രാവശ്യം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല അവിടെ. How much more a good father wants to give us according to his will. എത്ര അധികമായി നമ്മുടെ നല്ലവനായ പിതാവ് നമ്മൾക്ക് അവന്റെ ഹിതപ്രകാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. This is an upside down kingdom. ഇതൊരു കീഴ്മേൽ മറിക്കുന്നതായിട്ടുള്ള ഒരു ദൈവരാജ്യമാണ്. And in this upside down kingdom, he's saying the people in the world are hoarding because they're afraid about their tomorrow. But the people in the kingdom, before they even ask, the Father knows. So you can spend your time in asking the things about the kingdom, and God will answer the things that you require even before you ask. ഈ കീഴ്മേൽ മറിക്കുന്നതായിട്ടുള്ള ഒരു ദൈവരാജ്യത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആൾക്കാര് തങ്ങൾ കൂട്ടിവെക്കുകയാണ് ലോകത്തിൽ നിക്ഷേപം. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെതായിട്ടുള്ള മക്കൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുകയും അവിടെയാണ് സ്വർഗരാജ്യത്തിൻ്റെതായിട്ടുള്ള മക്കൾ ചെയ്യുന്നത്. The Bible says in Ephesians and chapter 3 and verse 20, ദൈവത്തിന്റെ വചനം എഫേസ്യൻസ് 3:20 ഇങ്ങനെ പറയുന്നു. It says, "Now unto him who is able to do exceedingly and abundantly beyond all that we can ask or imagine." എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. God is able to do exceedingly and abundantly beyond what we can ask. ദൈവം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ളവനാണ്. Your biggest ask is too small for God.
നമ്മുടേതായിട്ടുള്ള വലുതായിട്ടുള്ള ചോദ്യം, വലുതായി നാം ചോദിക്കുന്നതൊക്കെ ദൈവത്തിന് അത് ചെറുതായിട്ടുള്ള ഒരു കാര്യമാണ്. But our lustful ask is a wasted time with God. എന്നാൽ നമ്മൾ മോഹത്തിൽ നിന്ന്, അത്യാഗ്രഹത്തിൽ നിന്ന് ചോദിക്കുന്നത് ദൈവത്തിന് അത് നമ്മളുടെ സമയം പാഴാക്കുന്നതിന് തുല്യമാണ്. But godliness with contentment moves God to want to give us more than even we desire. സംതൃപ്ത ഹൃദയത്തോടുകൂടിയുള്ള ദൈവമായിട്ടുള്ള ഭയം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Paul knew contentment and he said, bring my cloak, I don't have a second one. Can you bring those books? I don't have extra books. Just small things. I was thinking Paul's desires were all small things. One robe, one cloak, one shirt, one book. Those few things. That's all he had. അപ്പോസ്തലനായ പൗലോസിൻ്റെതായിട്ടുള്ള ആ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ആ ക്ലോക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ബുക്ക് കൊണ്ടുവരിക എന്നിട്ടുള്ള ചെറിയ 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 ആവശ്യങ്ങളാണ്. I was thinking when Hannah and we were moving from Gwalior to Bihar, when we were moving, we packed everything. We had 400 kilograms of boxes. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനും ഹാനയും ഗ്വാളിയാറിൽ നിന്ന് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 400 കിലോഗ്രാം of boxes. ബോക്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. No sofas, no beds, no refrigerator, nothing. Just stuff in our boxes, 400 kilograms. ഒരു സോഫയോ അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്ററോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഈ 400 ബോക്സസിലെല്ലാം ഉള്ളവരാണ്. 400 kilograms of stuff. A lot of it. കിലോഗ്രാം സാധനങ്ങളായിരുന്നു. And many of it was books, of course. അതിൽ പലതും ബുക്കുകളായിരുന്നു. This was before our digital era. നമ്മുടെ ഡിജിറ്റൽ യുഗത്തിന് മുമ്പുള്ള ആയിരുന്നു അത്. And the Lord is saying, ask and it shall be given. ദൈവം ഇവിടെ പറയുകയാണ്, യാചിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. But God is able to do much more than we ask. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. So many things I have seen in our life before we ask, even we haven't thought about it, how God has already planned it out. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എത്രയധികമായി നമ്മൾക്ക് വേണ്ടി പദ്ധതിയിട്ട് എന്ന് നമ്മൾ അറിയണം. I can tell you so many stories after stories, how without thinking about something, how God already planned it out for us. എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നതിന് മുമ്പും ഞാൻ പദ്ധതി ഇടുന്നതിന് മുമ്പും ദൈവം അത് പദ്ധതി തയ്യാറാക്കിയതെന്ന്. Sometimes it is big things, sometimes it is small things. ചില സമയത്ത് അത് ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ മറ്റു ചില സമയത്ത് അത് വലിയ കാര്യങ്ങളാണ്. I was thinking the other day, some people know, I like nice shawarma from the Gulf. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുകയായിരുന്നു, ചില വ്യക്തികൾക്കറിയാം എനിക്ക് നല്ല ഷവർമ, ഗൾഫിൽ കിട്ടുന്നതായിട്ടുള്ള ഷവർമ ഇഷ്ടമാണ്. And just in case you're wondering at the flavor, I'm a total mutton flavor. നിങ്ങൾ ഏത് ഫ്ലേവർ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മട്ടൺ ഫ്ലേവർ ആണ്. Yeah, but sometimes I think, how God is so good. The other day, somebody sent me a pack of shawarma from the Gulf, mutton flavor. Small things, even without asking, God is sending. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആഗ്രഹം നിവർത്തിക്കുന്ന ദൈവം ആ മട്ടൺ ഷവർമ ഒരാൾ എനിക്ക് വേണ്ടി അയച്ചു തന്നു എന്നുള്ളത്. Sorry for bothering all of you with that thought, especially the men. You can go back to the scriptures. We'll talk about egg and fish and not about the shawarma right now. ഏതെങ്കിലും വ്യക്തികൾ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു ദൈവവചനത്തിലേക്ക് പോകാം. So that you will not get distracted from the word. അതുകൊണ്ട് നിങ്ങൾ വചനത്തിൽ നിന്ന് മാറിപ്പോകുകയില്ല. Why does God want us to ask? എന്തുകൊണ്ടാണ് ദൈവം നാം യാചിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? Because that shows our dependence on God. കാരണം അത് നമുക്ക് ദൈവത്തിനോടുള്ള ആ ഒരു ആശ്രയത്തെയാണ് കാണിക്കുന്നത്. Father, I'm dependent on you. പിതാവേ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. Father, in small things I'm dependent on you. ചെറിയ കാര്യത്തിന് പോലും ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. Father, I may have the money to buy this or might buy that, but Lord, even for the life and breath to reach the shop, Lord, I'm dependent on you. കർത്താവെ, ഒരുപക്ഷെ എനിക്ക് അതും ഇതും വാങ്ങിക്കുവാനുള്ള പൈസ ഉണ്ടായിരിക്കാം, എന്നാൽ ഒരു ഷോപ്പിൽ പോകുവാൻ കൂടിയുള്ള ആ ശ്വാസത്തിന് വേണ്ടി കൂടി ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. Lord, I may have the wisdom and the ability to make many decisions, but Lord, even for the heart to pump, for the blood to reach the brain to think, I'm dependent on you, Lord. ചില തീരുമാനങ്ങൾ ജ്ഞാനത്തോടുകൂടി എടുക്കുവാനുള്ള ജ്ഞാനങ്ങൾ എനിക്കുണ്ടായിരിക്കാം, എന്നാൽ ദൈവമേ, ആ ഒരു രക്തം എൻ്റെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിൽ എത്തുവാനായിട്ട് നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. Asking demonstrates our dependence on the Father. യാചിക്കൽ, ചോദിക്കുക എന്നുള്ളത് അവിടെ വിശദമാക്കുന്നത് നമുക്ക് ദൈവത്തോടുള്ള ആശ്രയത്തെയാണ്. Asking also manifests relationship.
ചോദിക്കുന്നത് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തെ കൂടെ അവിടെ വെളിപ്പെടുത്തുന്നു. And asking demonstrates who is authority, that God is authority. ചോദിക്കുന്നത് ആരാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്, ദൈവമാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത് എന്നും വെളിപ്പെടുത്തുന്നു. The Pharisees never saw God as Abba, Father. പരീശന്മാർ ഒരിക്കലും ദൈവത്തെ പിതാവായിട്ട് കണ്ടില്ല. But Jesus introduced him as Abba, Father. എന്നാൽ യേശു അവിടെ പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. And he tells us now, when you ask Abba, look to God as Abba and ask him as Abba. ദൈവം അവിടെ നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്, നിങ്ങൾ പിതാവായ ദൈവമായിട്ട് കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തിനോട് ചോദിക്കുക എന്നത്. We are the sons of God and therefore sons ask freely. നാം ദൈവത്തിന്റെ മക്കളാണ്, അതുകൊണ്ട് നമുക്ക് സൗജന്യമായി മക്കളെന്ന പദവിയിൽ നിന്ന് ദൈവത്തോട് ചോദിക്കാം. The younger son who's lived in sin because he knew he was a son, even though he was backslidden, he came back and asked. ആ മുടിയനായ പുത്രൻ താൻ പാപത്തിൽ ജീവിച്ചിരുന്നിട്ട് പോലും അത് മകനായിരുന്നതുകൊണ്ട് അവൻ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നു. But the older son, he did not know how to ask. Even though he was in the house, he did not know how to ask for a lamb. എന്നാൽ മൂത്ത മകൻ അവൻ അനുസരണക്കേട് കാണിച്ചില്ലെങ്കിൽ കൂടി അവൻ മകനായിരുന്നിട്ട് പോലും അവന് ചോദിക്കുവാൻ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് അവൻ ചോദിച്ചില്ല. Many people live outwardly righteous lives but don't have the relationship for an ask. പല വ്യക്തികളും പുറമേ നീതിമാനായിട്ട് ജീവിക്കുവാനായിട്ട് ചെയ്യും, എന്നാൽ അകത്തുനിന്ന് അവർ ചോദിക്കുന്നില്ല. But those that have a relationship, even though we have lived a broken and sinful life, God is saying, now come back, don't just ask and keep on asking. എന്നാൽ ദൈവവുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു വ്യക്തി, അവനൊരു പാപത്തിലും അല്ലെങ്കിൽ തകർന്നൊരു ജീവിതമാണെങ്കിൽ പോലും ദൈവം അവനെ തിരിച്ച് പുനഃസ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. Oh, they did not have a relationship with God. ഒരുപക്ഷെ അവർക്ക് ദൈവമായിട്ടുള്ള ഒരു ബന്ധമില്ലായിരുന്നായിരിക്കാം. But Jesus was introducing this relationship with the Father. എന്നാൽ യേശു ഇവിടെ തന്റെ പിതാവുമായിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് അവിടെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. And he's saying, this is why I want to reveal this Father. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പിതാവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. Before the son asks, the Father knows. മകൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പൻ അറിയുന്നു. You being then evil, if you know how to give good gifts to your children, how much more shall your father, he's telling them, your Father. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്നു. This is before the cross. Jesus did not say the heavenly my Father. He's looking at them, Israelites who are not redeemed, but looking at people who are beginning to follow him and now saying your heavenly Father. ഇത് കർത്താവിൻ്റെതായിട്ടുള്ള ഒരു ക്രൂശീകരണത്തിന് മുമ്പുള്ളതായിട്ടുള്ള സമയത്താണ്. ഇസ്രായേൽ മക്കൾ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല, എന്നാൽ അവർ ആ ഒരു ബന്ധത്തിലേക്ക് തുടരാൻ അവനെ അനുഗമിക്കാൻ പോകുന്ന സമയത്താണ് യേശു നിങ്ങളുടെ പിതാവ്, എൻ്റെ പിതാവെന്നല്ല പറയുന്നത്, നിങ്ങളുടെ പിതാവെന്ന്. I believe God is bringing us back to that relationship of joyful, rightful asking. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ആ ഒരു ദൈവമായിട്ടുള്ള ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സന്തോഷത്തിൽ നിന്നുകൊണ്ടുള്ളതായിട്ടുള്ള ആ ചോദിക്കുന്നതിലേക്ക് ദൈവം നമ്മളെ പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. Brings us back to that relationship that God is supreme. ദൈവം വലിയവനും ആണെന്നുള്ളതായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. That we are dependent. നാം ദൈവത്തെ ആശ്രയിക്കുന്നവരാണ്. And that God is going to answer us because of relationship. ദൈവം നമ്മളുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി തരും, കാരണം അവനുമായിട്ട് നമുക്ക് ബന്ധമുള്ളതുകൊണ്ട്. More than a gift. ഒരു ഗിഫ്റ്റിനേക്കാൾ ഉപരിയായിട്ട് God is saying, if you can ask because of your relationship with the giver. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ചോദിക്കാം, കാരണം ഈ കൊടുക്കുന്നവനുമായിട്ട് നിങ്ങളുടെ ബന്ധമുള്ളതുകൊണ്ട്. What a faithful God he has been. എത്ര വിശ്വസ്തനായ കർത്താവാണ്. Today the Holy Spirit wants us to come back to that place of asking. ഇന്ന് പരിശുദ്ധാത്മാവ് തിരിച്ച് നമ്മളെ ആ ചോദിക്കുന്നതായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. The Holy Spirit is encouraging us and saying, why don't you ask?
പരിശുദ്ധാത്മാവ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചുകൂടാ എന്ന്. Because if you are asking from a place of relationship, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ the Holy Spirit is saying, I want to answer for you. പരിശുദ്ധാത്മാവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Not just asking the earthly things, ഈ ഒരു ലോകത്തിൻ്റെതായിട്ടുള്ള ലൗകിക കാര്യങ്ങളല്ല, but now that that is settled, that the Gentiles seek after these things, you seek after God, then you begin to ask for the kingdom. ജാതികളാണല്ലോ അതൊക്കെയും അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ളത് ചോദിക്കുവിൻ. The Holy Spirit is now reminding us. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. The Holy Spirit is saying, I want you to ask. It's His pleasure to ask for the kingdom. പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ ചോദിക്കുവിൻ. സ്വർഗരാജ്യത്തിന് വേണ്ടി ചോദിക്കുന്നത് അവന്റെ സന്തോഷമാണ്. It is God's good pleasure when we ask for the kingdom. ദൈവത്തിൻ്റെതായിട്ടുള്ള നല്ല സന്തോഷമാണ് നമ്മൾ അവന്റെ രാജ്യത്തിന് വേണ്ടി ചോദിക്കുക എന്നുള്ളത്. Today, right now, even as we are going to pray, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഈ ഒരു സമയത്ത് we are not going to plead. നമ്മൾ അപേക്ഷിക്കുക പോവുകയല്ല. We are going to ask knowing that it is God's good pleasure. നാം ചോദിക്കാൻ പോവുകയാണ്, അതായത് ദൈവത്തിൻ്റെതായിട്ടുള്ള ദൈവത്തിന് സന്തോഷകരമായ ഒരു കാര്യമാണ് നാം ചോദിക്കുന്നത് എന്നാണ്. When we ask Him for the kingdom, നാം അവന്റെ രാജ്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ God is pleased when we ask according to His will. ദൈവത്തിൻ്റെതായിട്ട് ഹിതപ്രകാരം നാം ചോദിക്കുമ്പോൾ അത് അവനെ പ്രീതിപ്പെടുത്തുന്നു. The kingdom was God's greatest message to earth. സ്വർഗരാജ്യം എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും നല്ല സന്ദേശം നമുക്ക്. That was Jesus's main message. അതായിരുന്നു യേശുവിന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള സന്ദേശം. Restoring a relationship to Heavenly Father. പിതാവായ ദൈവത്തിങ്കിലേക്ക് നാമുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. Let us pray together right now. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. Let's say, Lord, Heavenly Father, സ്വർഗീയ പിതാവേ, Lord, we receive you as our Heavenly Father. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവായിട്ട് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. We are learning to ask, and we know even before you ask, we ask, you answer, Lord. ഞങ്ങൾ ചോദിക്കുവാനായിട്ട് പഠിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് ലഭിച്ചു കഴിഞ്ഞുവെന്ന്. And how good you have been to us, Lord. എത്ര നല്ലവനാണ് നീ എന്ന് ഞങ്ങൾ അറിയുന്നു. And we thank you because we are asking, and we are going to keep on asking for the kingdom and His righteousness because of our sonship. ഞങ്ങളുടെ പുത്രത്വത്തെ ഞങ്ങൾ അറിയുന്നത് കൊണ്ട് ദൈവമേ, ഞങ്ങൾ ഒരിക്കലല്ല എന്നാൽ തുടർച്ചയായി ഞങ്ങൾ ചോദിക്കുന്നു. And so we submit our lives, O God. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. We thank you for loving us, Lord. നന്ദി പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ. And Father, we look to what you have done for us on the cross of Jesus Christ. കർത്താവിൻ്റെതായിട്ടുള്ള ക്രൂശിൽ അങ്ങ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ഇപ്പോൾ കാണുന്നു. We want to say thank you, Lord. നന്ദി കർത്താവേ. Lord, we thank you for the cross. നന്ദി പിതാവേ, നിന്റെ ക്രൂശിനായിട്ട്. How you have been so good to us, Lord. എത്ര നല്ലവനായിരുന്നു നീ ഞങ്ങൾക്ക്. You have exceedingly abundantly you answer us, Lord. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നീ ഞങ്ങൾക്ക് ഉത്തരം നൽകി. Before we even thought about salvation, ഞങ്ങൾ രക്ഷയെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ you had already planned our salvation. ഞങ്ങളുടെ രക്ഷയെക്കുറിച്ച് നീ പദ്ധതി ഇട്ടുവല്ലോ. We want to thank you for that. അതിനുവേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Many things in our life before we even ask, you have already answered. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നീ ഞങ്ങൾക്കത് ഉത്തരം തന്നു. What a faithful God you have been. എത്ര വിശ്വസ്തനായ ദൈവം നീ. So we humble down today. അതുകൊണ്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു.